ഇനി യാത്ര കന്യാകുമാരിയിൽ നിന്ന് തൂത്തുക്കുടിയിലേക്കാണ്. ഈ യാത്രയിൽ ഈ വഴിയിൽ കാറ്റാടിപ്പാടങ്ങൾ തരുന്ന സൗന്ദര്യത്തെക്കാൾ ഉപരിയായിട്ട് ഒരു പുതിയ സുഹൃത്തിനെ, പുതിയ ലക്ഷ്യങ്ങൾ തേടിപ്പോകുന്ന ഒരു സുഹൃത്തിനെ പരിചയപ്പെടാൻ നമുക്കിടയായി. അതുകൂടെ കേട്ടതിന് ശേഷം നമുക്ക് ഈ യാത്ര തുടരാം. ഹലോ മച്ചാന്മാരെ, നമ്മുടെ തൂത്തുക്കുടി യാത്രയിൽ, അതായത് കന്യാകുമാരിയിൽ നിന്ന് നമ്മൾ റോഡ് തൂത്തുക്കുടിയിലേക്ക് പോകുന്ന വഴിയിൽ കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ തനിയാണോ ഈ യാത്ര പോകുന്നത്, വേറെ ആരും ഇല്ലയോ കേട്ടോ. നമ്മൾ അതിശയപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. പോകുന്ന വഴി ഒരു ബ്രോ, ഇദ്ദേഹത്തിൻ്റെ പേര് രമേശ് എന്നാണ്. ഇദ്ദേഹം കാശ്മീർ പോവുകയാണ്. അതായത് ഇന്ന് രാവിലെ ഞങ്ങൾ തുടങ്ങിയതൊക്കെ തന്നെ നടന്നിട്ടാണ് പുള്ളി കാശ്മീരിലേക്ക് പോകുന്നത്. എന്ന് എത്തുന്നൊരു പ്ലാനും ഉണ്ട്. 50 ഡേയ്സ് പോയിരിക്കുക അല്ലേ. അപ്പം രമേശ് കോളേജൊക്കെ കഴിഞ്ഞ് കയ്യിൽ ചെറിയ പ്രശ്നമൊക്കെ പറ്റിയില്ലേ, അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ്ട് ഇപ്പോൾ ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇല്ലേ, നമ്മളെല്ലാം പറയില്ലേ, നമ്മളെയൊക്കെ പറയുന്നത് നാടോടികളെന്നൊക്കെ പറയും. അതേതൊക്കെ തന്നെ നമ്മുടെ കറക്റ്റ് വൈബുള്ള ഒരു കൂട്ടുകാരുടെ കിട്ടിയിട്ടുണ്ട്. എന്നാലും പുള്ളിയുടെ ചാനലിൻ്റെ പേരെന്തോ തവിടുവരം. അപ്പോൾ തവിടുവരം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട് പുള്ളിക്ക്. നമ്മുടെ വ്യൂവേഴ്സ് എല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക്കണം പുള്ളിയെ. അപ്പം ഞങ്ങളുടെ വ്യൂവേഴ്സിനോട് എന്താ പറയാനുള്ളത്? ഇതൊരു പറ. அண்ணாவுக்கு எனக்கு எல்லாத்துக்கும் சப்ஸ்கிரைப் பண்ணுங்கள், சப்போர்ட் பண்ணுங்கள். அது நல்லபடியாக போயிட்டு வர சொல்லி ப்ரே பண்ணிக்கோங்க. அது எவ்வளோ ஸ்டேக்கு எவ்வளோ எங்கே ஸ்டே அப்படியே അപ്പോൾ ടെമ്പിളിലും കോവിലും ഒക്കെയാണ് പുള്ളി സ്റ്റേ ചെയ്യുന്നത്. ഞങ്ങൾ അതാണ് ടെൻറ്റ് ക്യാമ്പ് ചെയ്യാം. ഒരു ചിന്ന ടെൻറ്റ് ഇരിക്കും, അതിനകത്ത് ക്യാമ്പ് ചെയ്യുന്നത്. ஃபுட்டு கீழே இங்கே போலீஸ் ஸ்டேஷனு அது மாதிரி கோயில் டெம்பிள்ஸு അവിടെ அது மாதிரி இடத்துல ஸ்டே பண்ணி. நான் சிங்கிள் சோலன்றதுனால ப்ராப்ளம் இல்லை, കപ്പിൾസ് மட்டும்தான் ப்ராப்ளம். ഇല്ല ഇല്ല. ഞങ്ങൾ ഫുഡ് ഭയങ്കര കൺട്രോൾ, നട്ട്സും അത് ബ്രെഡൊക്കെയാണ് നമ്മൾ സാപ്പിടുന്നത്. ഒരു ഓവർ ഫുഡായി കഴിഞ്ഞാൽ ഇല്ല. അപ്പം കണ്ടതിൽ സന്തോഷം. നമുക്കൊരു ചായ കുടിച്ചാലോ? പറഞ്ഞോ അല്ല സ്വന്തമായിട്ട് നടന്നിട്ട് പോകാനുള്ള ഉദ്ദേശം? எல்லாருமே பைக்கில் லிஃப்டில் எல்லாம் போயிட்டாங்க, நடந்து யாரும் போகல. சரி போய் பார்க்கலாம் அப்படின்னு சொல்லி தான். ഇതിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും. ஸ்ட்ரகிள்ஸ் எல்லாமே வந்து, பட் அதெல்லாம் தாண்டி தான் போய் ஆகணும். പിന്നെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. கவலை இல்லை, எந்த ப்ராப்ளம். വീട്ടിൽ സപ്പോർട്ടാണോ? வீட்டில் சப்போர்ட் இல்லை, സപ്പോർട്ട് ഇല്ല. അപ്പൊ വീട്ടിൽ നിന്ന് ധിക്കരിച്ചിട്ടാണ് ஜோலிக்கு போயிருக்குன்னு சொல்லிட்டாங்க. ஜோலிக்கு போயிருக்குன்னு சொல்லிட்டாங்க. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? நான் அப்பா அம்மா இருக்காங்க, நான் തുടങ്ങിയതല്ലേ. അവിടുന്ന് കാശ്മീരിൽ നിന്ന് എത്ര മണിക്ക്, കന്യാകുമാരിയിൽ നിന്ന് എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്തത്? 7 മണിക്ക്. സൺറൈസ് കണ്ടിട്ടാണോ വന്നത്? നമ്മളവിടെ ഉണ്ടായിരുന്നു സൺറൈസ്. ഒരു കാര്യം ചെയ്യും, നീ നമ്പർ ചെയ്താ ഞങ്ങൾ ഓൺ ദ വേ കാണും. പക്ഷേ நீங்கள் எனக்கு முன்னாடி போயிருவீங்க. മുന്നാടി പോയിരിക്കെന്ന് പറഞ്ഞാൽ ഇല്ല, ഞങ്ങൾ ആ വഴിയല്ലടാ. ഞങ്ങൾ ഇവിടുന്ന് തൂത്തുക്കുടി കയറി രാമനാഥപുരം കയറി വില്ലേജ് ഫുൾ എക്സ്പ്ലോർ ചെയ്ത് ഫുള്ള് ഇറങ്ങിയേ പോകുള്ളൂ. നമ്മള് 115 days ആണ്. 115 അപ്പോഴേ അവിടെ എത്തുള്ളൂ. 115 டேஸ்க்குள்ள நான் அது போயிடுவேன். അപ്പം പുള്ളിയുടെ കൂടെ ഒരു ചായയൊക്കെ കഴിഞ്ഞു. അതാണ് നടന്നു പോവുകയാണ്. 2 മാസം കൊണ്ട് കശ്മീർ എത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്നാലും ഇവൻ്റെ മനസ്സ് ഭയങ്കരം തന്നെയാണ്. കാരണം നമ്മൾ ആ പ്രായത്തിലൊക്കെ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് കഥകളുണ്ട്, അതൊന്നും പറയുന്നില്ല. ഇപ്പം വലിയൊരു ട്രാവലർ ആവട്ടെ, നല്ല രീതിയിൽ നീ രക്ഷപ്പെടും കേട്ടോ. അപ്പോൾ എൻജോയ് ചെയ്തിട്ടോ. ശരി, ഓക്കെ. അപ്പോൾ യാത്രകൾ പലതാണ്. ചിലത് ലക്ഷ്യങ്ങളിൽ എത്തിപ്പെടും, ചിലത് എത്തിപ്പെടില്ല. എന്തായാലും നമ്മുടെ സുഹൃത്ത് ലക്ഷ്യങ്ങളിലേക്ക് എത്തിപ്പെടട്ടെ. കന്യാകുമാരി തൂത്തുക്കുടി റൂട്ടിലെ വളരെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു യാത്രയായിരുന്നു ഇത്. അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ക്ലിപ്പിങ്ങുകളാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്.
ഇനി എപ്പോഴെങ്കിലും ഇതിലേക്കൂടെ യാത്ര ചെയ്യുവാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഉറങ്ങരുത്. കാരണം ഇതുപോലെയുള്ള സുന്ദരമായ കാഴ്ചകൾ നിങ്ങളെ കാത്തിരിക്കും. വളരെ വളരെ ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള കാഴ്ചാനുഭവങ്ങൾ സമ്മാനിച്ച ഒരു യാത്രയായിരുന്നു ഇത്. ചൂട് ഏകദേശം 35 ഡിഗ്രിക്ക് മുകളിൽ ചൂടുണ്ടെങ്കിൽ പോലും ഈ കാഴ്ച അനുഭവങ്ങൾ ആ ചൂടിൻ്റെ ദൈർഘ്യത്തെ കുറയ്ക്കുമെന്ന് ലളിതമായിട്ട് എനിക്ക് നിങ്ങളോട് പറയുവാൻ സാധിക്കും. വഴി നീളുന്നത് തൂത്തുക്കുടിയിലേക്കാണ്. തൂത്തുക്കുടി ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയിൽ ഇടയിൽ വിശ്രമിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഗ്രാമത്തിൻ്റെ നാലും കൂടിയ കവലയിലെത്തി. പേരെന്നാ? സിരുവളഞ്ചി. ആ രാജാമംഗലം പഞ്ചായത്ത്. പഞ്ചായത്തിലെ രാജാമംഗലം പഞ്ചായത്ത്. ആ നമുക്ക് വള്ളിയൂർ കോയിൽ കാൽ കഴിയുന്ന റിസൾട്ട് ആക്കിയിട്ട് ശരിയാവുന്നു. ആശാരിപ്പുഴ വന്നിട്ടുണ്ട്. ആശാരിപ്പുഴ ആശുപത്രിയിൽ വന്ന് പാഴ്ച. ഇതൊരു ചെറിയ ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗമാണ്. ഇവിടെ കൂട്ടിവെച്ചിരിക്കുന്ന വാഴക്കുലകളെല്ലാം ഇവിടുത്തെ കർഷകർ വിളവെടുത്തതാണ്. അവരവരുടെ പറമ്പിൽ വിളവെടുത്ത കുലകൾ ഇവിടെ കൊണ്ടുവന്നു തമിഴ്നാടിൻ്റെ വിവിധ ജില്ലകളിലേക്ക് കയറ്റി അയക്കുന്നു. ഒരുപക്ഷെ നാളെ അത് നമ്മുടെ തീന്മേശകളിലും എത്താം. വലിയൊരു അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു ചെറിയ ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗം. എന്താ പറയുക, നിഷ്കളങ്കരായ കുറേ ആൾക്കാരുള്ള സ്ഥലം. ഓരോ വാഴക്കുലകളിലും കൊണ്ടുവന്ന ആൾക്കാരുടെയും വിൽക്കാനുള്ള ആൾക്കാരുടെയും ഒക്കെ പേരുകൾ എഴുതി വച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചുവന്ന കദളി കുലകൾ അത് മറ്റു ജില്ലകളിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവന്നതാണ്. വേറെ കുറച്ച് പ്രത്യേകതകൾ കൂടിയുണ്ട് ഈ ഗ്രാമത്തിന്. ഇവരുടെ കൃഷി ചില മാസങ്ങളിൽ, എസ്പെഷ്യലി പൊങ്കലിന് മുന്നേ ഉള്ള മാസങ്ങളിലൊക്കെ ഇവിടെ കാറ്റ് അതിശക്തമായി വീശും. അപ്പോൾ അവർ വാഴ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഊന്നുവടികളും കഴകളും ഒക്കെ കൊണ്ട് കെട്ടി നിർത്താറുണ്ട്. പക്ഷെ ചിലപ്പോൾ അത് ഫലം കാണാറില്ല. അവരുടെ കൃഷി മൊത്തത്തിൽ നശിച്ചു പോകും. അങ്ങനെ അവരുടെ സന്തോഷത്തിലും സങ്കടത്തിലുമൊക്കെ കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ പങ്കുചേർന്നതിന് ശേഷം നമുക്ക് നമ്മളുടെ യാത്ര തുടരാം. നല്ല സുന്ദരമായ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച സമ്മാനിച്ച ഗ്രാമത്തിന് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. കന്യാകുമാരിയിൽ നിന്ന് തൂത്തുക്കുടിയിലേക്ക് പോകുന്ന വഴിയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിൽ ഒന്നാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഹൈവേ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം, ആകാശത്തിലേക്ക്, ആ മേഘങ്ങൾക്കിടയിലേക്ക് സഞ്ചരിച്ചു കയറുന്ന ഒരു അനുഭൂതിയാണ് നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയത്. സമയമേറെ വൈകി തൂത്തുക്കുടി എത്തി. വണ്ടിയിൽ ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്. അത് ശരിയാക്കാൻ വേണ്ടി തൂത്തുക്കുടി നഗരത്തിൽ പരതി നടക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ ഫലമുണ്ടായി. ഒരു സുഹൃത്തിനോട് ചോദിച്ചു, അദ്ദേഹം വേറൊരാളെ വിളിച്ചു കട പറഞ്ഞു തന്നു. അങ്ങനെ പതിയെ ഗൂഗിൾ മാപ്പും ലൊക്കേഷനും ഒക്കെ വെച്ച് ഞങ്ങൾ ആ കട ലക്ഷ്യമാക്കി സഞ്ചരിച്ചു. തൂത്തുക്കുടി ടൗണിനടുത്ത് തന്നെ ഒരു ചെറിയ കാർ വർക്ക്ഷോപ്പാണത്. വലിയ പ്രതീക്ഷകളൊന്നും തന്നെ ഇല്ലായിരുന്നു അവിടത്തേക്ക് ചെന്നപ്പോൾ. കാരണം സമയം ഏകദേശം 9 മണി അടുത്തായി. കടകൾ അടയ്ക്കുന്നതിൻ്റെ വക്കിലാണ്. പക്ഷെ ഈ ചേട്ടൻ, ഈ നിൽക്കുന്ന ആൾക്കാർ, ഇവരെയൊക്കെ പറയാതെ വയ്യ. രാജു ചേട്ടൻ, കളഞ്ചിയൻ, കടയുടെ ഓണർ, ഇവരെല്ലാവരും ഒന്നുപോലെ നമ്മളോട് സഹകരിച്ചു. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇവർക്ക് കേട്ടോ. ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്, നിഷ്കളങ്കമായിട്ട് പെരുമാറുന്ന ആൾക്കാരാണ്. എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളുടെ ആ ഒരു കൺവെർട്ടറായിരുന്നു, AC DC കൺവെർട്ടറിൻ്റെ ഒരു വയറ് വിട്ടുപോയതായിരുന്നു. അതൊന്ന് സോൾഡറിങ് ചെയ്യണം. ആ കടയിൽ ഇല്ലാഞ്ഞിട്ട് അവിടെ നിന്നും മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം തന്നെ കൊണ്ടുപോയി ശരിയാക്കി നമ്മുടെ കയ്യിൽ കൊണ്ടുവന്നു. അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയുള്ള രാജു ചേട്ടൻ
ടോർച്ച് അടിച്ച് തരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. സമയം ഏകദേശം 9-9:30 ആയിട്ടുണ്ട് എന്ന് ഓർക്കണം. ആ സ്ഥലത്തെ പറ്റി അവർ വിശദീകരിച്ചു തന്നു. നാളത്തേക്ക് ഒരു ട്രീറ്റിന് അവർ ക്ഷണിച്ചു. അങ്ങനെ കുറേയധികം കാര്യങ്ങളും വിശേഷങ്ങളും പങ്കുവെച്ചു. നമ്മുടെ യാത്രയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയത് തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ്. ആഹാരം കഴിക്കുവാൻ വിളിച്ചു. അതുപോലെ തന്നെ പോകുന്നവരും കാണുന്നവരും എല്ലാവരും നമ്മളെ ഒരുപാട് ആശംസകൾ തന്നതിന് ശേഷമാണ് പോയത്. അങ്ങനെ വളരെ സന്തോഷം തോന്നിയ ഒരു സ്ഥലം. എന്നും തൂത്തുക്കുടി നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കും. കാരണം ഈ ഒരു രാത്രിയിൽ നമ്മളെ സഹായിക്കുവാൻ വേണ്ടി 1 രൂപ പോലും ആ കടയിലെ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ വണ്ടിയിലെ പെട്രോൾ അടിച്ച് അദ്ദേഹം കൊണ്ടുപോയി ശരിയാക്കി കൊണ്ടുവന്നിട്ട് 1 രൂപ പോലും വാങ്ങാതെ അത് ക്ലിയർ ആക്കി തന്നു. അപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവർ ഒരു പക്ഷേ കടയടയ്ക്കാൻ പോകുകയാണ്, അല്ലെങ്കിൽ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നതിന് പകരം ഇവർ നമുക്കത് ചെയ്തു തന്നു. അപ്പോൾ സ്വന്തമായിട്ടാണോ ഷോപ്പ്? സ്വന്തമായിട്ടില്ലേ? വലിയ താങ്ക്സ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലേ ഇത് നടക്കില്ല. ഓക്കെ. പിന്നെ ഓക്കെ, ചേട്ടൻ്റെ പേരെങ്ങനെയാ? രാജു. ചേട്ടന് ഇലക്ട്രിസിറ്റി ഓഫീസിലാണ് ജോലി. അതിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് കേട്ടോ. അപ്പൊ നാളെ ഞങ്ങൾക്ക് ട്രീറ്റ് ഉണ്ടല്ലോ. കണ്ടിപ്പോ ഉണ്ട്. അപ്പൊ ഞങ്ങൾ രാവിലെ 7 മണിക്ക് വരാം. അപ്പൊ ചേട്ടൻ കളഞ്ഞം അതില്. അപ്പൊ ചേട്ടന്റെ വീട്ടിൽ നാളെ നമ്മളെ വിളിച്ചിട്ടുണ്ട് അല്ലേ? രാവിലെ 7 മണിക്ക് വരാം. ചേട്ടന്റെ വീട്ടിലൊരു സ്പെഷ്യൽ ഉണ്ട്, ഒരു എപ്പിസോഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഭയങ്കര സന്തോഷം. അപ്പൊ ശരി, ഞങ്ങൾ പോട്ടെ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ. ഈ കട വരുന്നത് തൂത്തുക്കുടിയുടെ മാർക്കറ്റിൽ നിന്നും ഏകദേശം ഒരു 500 മീറ്റർ മാറിയിട്ടുള്ള ഒരു കടയാണ്. ഏതെങ്കിലും ആവശ്യത്തിന് നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മെക്കാനിക്കൽ പ്രോബ്ലംസ് വരികയാണെങ്കിൽ മസ്റ്റായിട്ടും അവരെ കോൺടാക്ട് ചെയ്യുക. ഇത് ഡേ 2ൻ്റെ ഹൈലൈറ്റ് ആണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്ക് വേണ്ടി കളഞ്ചിയൻ ചേട്ടൻ്റെ വീട്ടിലൊഴുക്കിയ ആഹാരവും പ്രഭാത ഭക്ഷണവും, അതുപോലെ അവിടുത്തെ നാടൻ ബ്രീഡുകളെ പറ്റിയിട്ടും, പിന്നെ കുറച്ച് സ്നേഹമുള്ള ഉപ്പളത്തിലെ ആൾക്കാരുടെ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് നമ്മൾ ഡേ 2 വരുന്നതാണ്. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. தம்பியா